السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد النبي الأمي الحبيب العال القدر العظيم الجاه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. ഏറ്റവും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ അനുഗ്രഹീതമായ സ്വർഗീയ ഭവനത്തിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും വിധി കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഈ നിമിഷം വരെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനായ റബ്ബ് അവന്റെ മഹദു ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെയും പരിപൂർണമായും റഹ്മാനായ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ ചുറ്റാകെയും വിവിധ നാടുകളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു സ്വർഗം നസീബാക്കട്ടെ. എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വിശ്വമാനവികതയുടെ വിമോചനത്തിനായി കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ലോകാവസാനം വരെയുള്ള പ്രപഞ്ചത്തിന്റെ, പ്രകൃതിയുടെ, മനുഷ്യന്റെ, ജീവലോകത്തിന്റെ സർവ്വ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും സൂചനകളും നൽകി കടന്നുപോയ വേദഗ്രന്ഥമാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് മാനവരാശിയുടെ നന്മയ്ക്കു വേണ്ടി അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും സുന്ദരവും ഉത്കൃഷ്ടവുമാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരു ചരിത്രത്തിന്റെ ഗ്രന്ഥമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം മാത്രം പരാമർശിച്ചു പോകുന്ന രീതിയല്ല ഖുർആനിൻ്റെത്. ആ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ അതിലൂടെ സൂചിപ്പിക്കുന്നു, പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ചരിത്രം മാത്രമാണ് പൂർണ്ണമായി പറഞ്ഞിട്ടുള്ളത്, സയ്യിദുന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. മറ്റൊരുപാട് ചരിത്രങ്ങളുടെ ഭാഗങ്ങൾ, പ്രധാന ഭാഗങ്ങളോ അതിന്റെ തുടക്കമോ ഒടുക്കമോ ഒക്കെ പറഞ്ഞു പോകും. മറ്റുള്ളത് മറ്റ് മതവേദ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ വചനങ്ങളെയെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് ഒരു അനുമാനത്തിൽ, ഒരു രൂപത്തിൽ എത്തുകയാണ് ചെയ്യുക. ഇപ്രകാരം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളും ഗുണപാഠ കഥകളും മനുഷ്യൻ കേട്ട് ആസ്വദിച്ച് അന്നങ്ങനെ ആയിരുന്നല്ലേ എന്ന് കേട്ട് മനസ്സിലാക്കി പോകലല്ല ഉദ്ദേശിക്കുക. അതിൽ നിന്നും നാം ഓരോരുത്തർക്കും ഉൾക്കൊള്ളേണ്ട പാഠം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളുക, അതനുസരിച്ച് മുന്നോട്ടുള്ള ജീവിതം ക്രമീകരിക്കുക എന്നതാണ് ഖുർആൻ ലക്ഷ്യമാക്കുന്നത്.
ഖുർആനിന്റെ വചനങ്ങളും ഉദ്ദേശങ്ങളും അതാണ്. ഇനി ഒരു വേദമോ ഒരു ഗ്രന്ഥമോ ഒരു പ്രവാചകനോ വരാനില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഭാവി ലോകത്തിന് ആകമാനം ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. നാം കടന്നുപോകുന്ന ആനുകാലിക ലോക സാഹചര്യങ്ങളെ സമാനമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പലപ്പോഴും വായിച്ചു പോയിട്ടുണ്ടാകും, പറഞ്ഞു പോയിട്ടുണ്ടാകും. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്ക് സമാനമായ ഒരു ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ കാരുണ്യവാനായ റബ്ബ് പരാമർശിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിടുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ജനതയിൽ ലോക സമൂഹത്തിൽ ശ്രദ്ധേയമായി അറിയപ്പെടുന്ന ജൂത സമൂഹം അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുടെ പല ഭാഗങ്ങളിലേക്ക് അവർ വ്യാപിച്ചു. അവരിൽ ഒരുപാട് പ്രവാചകന്മാർ അവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിയോഗിതരായി. അവർക്ക് നുബുവത്തുമായിട്ട് അവരുടെ സന്മാർഗ ദർശനം നൽകുവാൻ ഒരുപാട് പ്രബോധകന്മാർ അവർക്കിടയിൽ നിയോഗിതനായി. അങ്ങനെ വന്നവരിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു മഹാനായ ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകന്റെ വരവിനൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് ബനൂ ഇസ്രായേൽ സമൂഹം ജീവിച്ചിരുന്ന കാലം അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ കീഴിലായിരുന്നു ഇസ്രായേൽ സമൂഹം എന്ന അന്നത്തെ മുസ്ലിം സമൂഹം ജീവിച്ചിരുന്നത്. ഇസ്ലാമിൽ നിന്നും കുറെയൊക്കെ വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും മുസ്ലിം പേരുകാരായി നിൽക്കുന്ന വലിയൊരു ജനവിഭാഗമായിരുന്നു അവർ. ഇന്ന് ലോക ജനസംഖ്യയിൽ 250 കോടിയിലധികമാണ് മുസ്ലിം ജനസംഖ്യയായിട്ട് എണ്ണപ്പെടുക. യഥാർത്ഥ മുസ്ലിമീങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ 4/1 പോലും ചിലപ്പോൾ ഉണ്ടാകില്ല. ഇതുപോലെ അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 5 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ ജനത മൂസാ നബിയുടെ തൗഹീദിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചു പോയിരുന്നു. കുറച്ചാളുകളാണ് ശരിയായ രൂപത്തിൽ ഉണ്ടായത്. എങ്കിലും അവർ അക്കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായിട്ടാണ് അറിയപ്പെട്ടത്. അന്ന് അവർക്ക് എതിരിൽ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കിയും അവരെ ഒരുപാട് പീഡിപ്പിച്ചും വിരാജിച്ചിരുന്ന അക്രമിയായ, കരുത്തനായ, ധിക്കാരിയായ, സർവ്വ സൗകര്യങ്ങളും സംവിധാനങ്ങളും കാൽക്കീഴിലുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ജാലൂത്ത് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആ മനുഷ്യനൊരു ധാരണയുണ്ടായിരുന്നു, തന്നെ ചോദ്യം ചെയ്യുവാനും തനിക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാനും തന്റെ ഇടമുള്ള കഴിവുള്ള ഒരാളും ഈ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്നും എക്കാലവും ഈ നാട്ടിലെ ഈ ലോകത്തിന്റെ ഭരണാധികാരി. എന്റെ ചൊൽപ്പടിക്ക് ലോകം മുഴുവനും വിധേയമാകണം എന്ന ധാരണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ വലിയ പീഡനവും ത്യാഗവും സഹിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന ഇസ്രായേൽ ജനത മുസ്ലിമീങ്ങളായി ജീവിക്കുവാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ അവർ ഒരുപാട് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അവരറിയുന്ന പഴയകാല ചരിത്രങ്ങളെ അവർ ഓർക്കുകയാണ്, അയവിറക്കുകയാണ്. പലപ്പോഴും അവരുടെ മുൻഗാമികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അവരുടെ പ്രാർത്ഥനകളിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് അവരെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തിൽ ഭൂരിപക്ഷവും പല നബിമാരെ കൊണ്ടായിരുന്നു. പല നബിമാരെയും സഹായികളാക്കി കൊടുത്തുകൊണ്ട് അവരുടെ പിന്നിൽ നിങ്ങൾ അണിനിരന്നുകൊണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ സഞ്ചരിക്കുക, അവരോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള വാക്ക് പാലിച്ചത് കൊണ്ടായിരുന്നു അവർ വിജയത്തിലേക്ക് എത്തിയത്. ആ കാര്യങ്ങളും ആ ചരിത്രങ്ങളും ഓർമ്മിച്ചുകൊണ്ട് അവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചവനെ, ഒരു രക്ഷകനെ നമുക്ക് തരണം. കൊടിയ പീഡനങ്ങൾക്ക് ഞങ്ങൾ വിധേയമാവുകയാണ്. ഒരു രക്ഷകനില്ലാത്ത വിഷമത്തിലാണ് ഞങ്ങളുള്ളത് എന്ന പ്രാർത്ഥനയുടെ പര്യവസാനമായിരുന്നു മഹാനായ ഹസ്രത്ത് ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ജനതയിലേക്ക് പ്രവാചകനായി അയക്കുക. ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ വർഷങ്ങൾ അവർക്കിടയിൽ പ്രബോധനം ചെയ്തു. അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തി അവശനായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനതയിൽ പലതരം ആശങ്കകൾ വന്നു തുടങ്ങി. താൽക്കാലികമായ ഒരു ശാന്തതയ്ക്ക് ശേഷം വീണ്ടും പഴയതുപോലെയുള്ള പീഡനങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരുമോ എന്ന ആശങ്കയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ശംവീൽ നബിയുടെ വരവോടുകൂടി അതുവരെയുള്ള ഭയാശങ്കകളൊക്കെ അന്ന് മാറി. ചെറിയൊരു ധൈര്യം കിട്ടി. പുതിയൊരു തയ്യാറെടുപ്പും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ധർമ്മയുദ്ധത്തിന്റെ തയ്യാറെടുപ്പും ആത്മധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ജനത അവശനായിക്കൊണ്ടിരുന്ന ശംവീൽ നബിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, താങ്കൾ ഇന്നോ നാളെയോ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി നമ്മെ നയിക്കാൻ ആരാണുള്ളത്? ഈ സാഹചര്യം വളരെ പ്രതികൂലമാണ്. നമ്മെ നയിക്കാൻ ആരാണുള്ളത്?
ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പ്രാർത്ഥന, അള്ളാഹുവിന്റെ തീരുമാനം വന്നു. ആ കൂട്ടത്തിലുള്ള ത്വാലൂത്ത് എന്ന് പറയുന്ന കരുത്തനായ ഒരു മനുഷ്യനെ നേതാവായി, അടുത്ത തലമുറയുടെ നേതാവായി അള്ളാഹു സൂചിപ്പിച്ചു കൊടുത്തതിന് ശംവീൽ നബി ആ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ അവർ അതുവരെയും പറഞ്ഞ കാര്യം, ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ അവർ പോയി ചോദിച്ച ആ സന്ദർഭത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആ ചരിത്രഭാഗം പറയുന്നുണ്ട്. ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്, ഇബ്അസ് ലനാ മലികൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. ഒരു രാജാവിനെ നമുക്ക് വേണ്ടി അയച്ചു തരണം, ഒരു രാജാവിനെ നമുക്ക് വേണ്ടി ഒരുക്കി തരണം. നുഖാതിൽ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ, മുസ്ലിമീങ്ങളായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ഒരു യുദ്ധമാണ് വേണ്ടി വരുന്നതെങ്കിൽ അതിന് നമുക്ക് കരുത്ത് തരുന്ന, നമ്മെ മുമ്പിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ, ഒരു രാജാവിനെ നമുക്ക് നിയമിച്ചു തരണമെന്ന് പറയുമ്പോൾ മഹാനായ ശംവീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യകർത്താക്കളായി മുമ്പിൽ വന്നു നിൽക്കുന്ന ജനതയുടെ പഴയകാല ചരിത്രമറിയാം. ഒരുപാട് നബിമാരെ വധിച്ചവരാണ്, ഒരുപാട് നബിമാരോട് ചതി ചെയ്തവരാണ്, ഒരുപാട് നബിമാരോട് വഞ്ചന കാണിച്ചവരാണ്. ഈ ജനത ആവശ്യം വരുമ്പോൾ പറയും, മൂസ നബിയോട് കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോ ഒന്നും അറിയാത്തവരെ പോലെ നന്ദികേടോടുകൂടി പോയതുപോലെ ഇനിയും അവർ പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? മഹാനായ ശംവീൽ നബി അവരോട് ചോദിച്ചു, ഹൽ അസൈതും ഇൻ കുതിബ അലൈകുമുൽ ഖിതാൽ. നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഒരു നേതാവിനെ നിങ്ങൾക്ക് കിട്ടി, എന്നിട്ട് യുദ്ധവും നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു. എന്നാൽ ആ സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് എതിർ പ്രവർത്തിച്ചാൽ, അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു നടന്നാൽ എന്തായിരിക്കും വരാൻ പോകുന്ന ശിക്ഷ എന്നറിയുമോ? അവരതിന് മറുപടി പറഞ്ഞു, എന്തിനാണ് വമാലന അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, എന്തിനാണ് നമ്മൾ അങ്ങനെ പിന്തിരിഞ്ഞ് നടക്കുക? നമ്മൾ ആവശ്യക്കാരാണല്ലോ, നമ്മൾ വലിയ പ്രതിസന്ധിയിലാണല്ലോ. ഈ സമയത്ത് നമ്മൾ എന്തിനാണ് പിന്തിരിഞ്ഞ് നടക്കേണ്ടി വരിക? അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടൊരു നേതാവിനെ തരട്ടെ, ഒരു നേതാവ് വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശംവീൽ നബിയോട് അവർ ആവശ്യപ്പെടുമ്പോ അള്ളാഹു നൽകിയ നേതാവായിരുന്നു താലൂത്ത്. എന്നാൽ ആ താലൂത്ത് എന്ന മനുഷ്യൻ അവർക്ക് നേതാവായി വന്നപ്പോ ഉടൻ തന്നെ അവരെല്ലാവരും പായൽ മാറുന്നത് പോലെ, ചേമ്പലയിലെ വെള്ളം മാറുന്നത് പോലെ വേഗം തന്നെ അവർ പിന്നോട്ട് മാറി. അവരുടെ വർഷങ്ങളായിട്ടുള്ള നാളുകൾ എടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു, കുറെ നാളുകൾ എടുത്തുള്ള ആവശ്യമായിരുന്നു ഒരു നേതാവിനെ കിട്ടണം. ഒരു നേതാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറയാ, അദ്ദേഹത്തിന് ഇന്ന കുറവുണ്ട്, ഇന്ന കുഴപ്പമുണ്ട്, അദ്ദേഹത്തിന് സമ്പത്തില്ല, കുടുംബ മഹിമയില്ല, വലിയ പ്രതാപമില്ല, ഇങ്ങനെ ഭൗതികമായ പല കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ എങ്ങനെയാണ് നമുക്ക് പറ്റുക? നമ്മളെ നയിക്കാൻ എങ്ങനെയാണ് പറ്റുക? അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു, അവർക്ക് അതിൻ്റെതായ കാര്യം തിരുത്തി കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഈ സമയത്തിൽ ആവശ്യമായൊരു നേതൃത്വം സാമ്പത്തികമായി മെച്ചമുള്ള ആളാകണമെന്നില്ല, കുടുംബപരമായി മേലെയുള്ള ആളാകണമെന്നില്ല. ഈ സമയത്ത് നിങ്ങളെ പ്രതിസന്ധി പരിഹരിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്ന ജാലൂത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ബഖിയത്താകുന്ന മഹാനായ മൂസ നബിയുടെ, അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഹാറൂൻ നബിയുടെ, അവരിലൂടെ നിങ്ങൾക്ക് കൈമാറി വന്ന പേടകം, താബൂത്ത് എന്ന പേടകം നിങ്ങൾക്ക് കൊണ്ടുതരുവാൻ, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നേതാവാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് കൊടുത്ത നിർദ്ദേശം കുറച്ചു പേർ അംഗീകരിച്ചു. ഏതായിരുന്നാലും അവരോട് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ജാലൂത്തിനോട് പോയി യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഈ താലൂത്തിന്റെ ചെറിയ സംഘം ഇറങ്ങി പുറപ്പെടുമ്പോ അക്കാലഘട്ടത്തിൽ ആളുകൾ ചിരിച്ചേക്കാം, ആളുകൾ പുച്ഛമായി കണ്ടേക്കാം. അത്ര നിസാരരായ ഒരു ചെറു സമൂഹമാണ് ജാലൂത്ത് എന്ന ആ കാലഘട്ടത്തിലെ നാടും ലോകവും വീക്ഷിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും മുമ്പിലുള്ള വലിയ കരുത്തുള്ള സൈനിക ശക്തിയുള്ള ഭരണകൂടമാണ് ജാലൂത്തിൻ്റെത്. ആ ജാലൂത്തിന്റെ ഭരണകൂടത്തിനെ ചോദ്യം ചെയ്യുവാൻ, ആ ജാലൂത്തിന്റെ ഭരണകൂടത്തിന് അടിയറവ് പറയിപ്പിക്കുവാൻ അള്ളാഹു നിയോഗിക്കുന്നത് താലൂത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ, സാധാരണക്കാരനായ, സാധാരണ കുടുംബത്തിൽ പിറന്ന, വലിയ മേന്മ പറയാനുള്ള ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിലാണ് ആ സംഘത്തിനെ വിടുന്നതെങ്കിൽ, ആ സംഘം മുന്നോട്ട് നീങ്ങുമ്പോൾ അവരോടൊപ്പം കൂടെ സഹകരിച്ച് മുന്നോട്ട് പോയ, ഈ ധർമ്മയുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയ ബനൂ ഇസ്രായേൽ സമൂഹം വഴിയിൽ വെച്ച് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ജാലൂത്തിന്റെ സംഘത്തിനോട് യുദ്ധം ചെയ്യുകയോ? അവർ വലിയ ആളുകളാണ്, അവരുടെ കയ്യിലുള്ള ആയുധബലവും സൈനിക ശക്തിക്ക് മുമ്പിൽ നമ്മൾ എന്താണ്? നമ്മൾ ഒന്നുമല്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ യുദ്ധം ചെയ്യുക? അവസാനം ആ ഇരു സൈന്യവും മുഖാമുഖം കണ്ടപ്പോ തന്നെ
താലൂത്തിനോടൊപ്പം പോയ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ബലഹീനത ബാധിച്ചുകൊണ്ടിരുന്ന അക്കൂട്ടത്തിലെ നിഫാക്ക് മനസ്സിൽ കൊണ്ട് നടന്ന ആളുകൾ പറയാൻ തുടങ്ങി, ഇത് വലിയ സംഘമാണ്, ഈ ദിവസം ജാലൂത്തിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല. അത്ര വലിയ കരുത്തനാണ് അയാളോട് യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? അങ്ങനെ ഇവർ പിന്മാറുന്നോ, പരാജയപ്പെടുന്നോ, പതറുന്നോ എന്ന് ജാലൂത്തിന് തോന്നിയപ്പോൾ തന്നെ അയാൾ കുറച്ചും കൂടെ ധൈര്യമായി, കുറച്ചും കൂടെ ആവേശമായി, പരസ്യമായി മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്നെ നേരിടാൻ, ഞങ്ങളെ നേരിടാൻ തന്റെ ഇടമുള്ള ധൈര്യമുള്ള ഒരാളും നിങ്ങളോടൊപ്പം ഇല്ലേ? താലൂത്ത് അല്പനേരം ആലോചിച്ചു. എല്ലാവരോടും നോക്കുകയാണ്, ആരാണ് തയ്യാറുള്ളത്? ആരും തയ്യാറല്ല. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്തിന് 17 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ധീരന്മാരും നല്ല കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള ആളുകളെല്ലാം മൗനികളായി നിൽക്കുമ്പോ ഒരു ചെറിയ ചെറുപ്പക്കാരൻ, എടുത്ത് കാണിക്കാവുന്ന രൂപത്തിൽ ഒന്നുമില്ലാത്ത 17 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പറയാ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വേറെ ആരും തയ്യാറല്ലാത്തത് കൊണ്ട് അവസാനം അദ്ദേഹത്തിനോട് അനുമതി കൊടുക്കേണ്ടി വന്നു. നിമിഷ നേരങ്ങൾക്കകം പരിശുദ്ധ ഖുർആൻ ആ രംഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 17 വയസ്സുകാരനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് പ്രവാചകനായി മാറിയ, പിന്നീട് 101 പ്രധാനപ്പെട്ട നബിമാരോടൊപ്പം എണ്ണപ്പെട്ട, പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാർ ഒരാളായി മാറിയ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുന്നു. സർവ്വവിധ സൗകര്യങ്ങളും മുമ്പിലുള്ള, എല്ലാ കഴിവും ശക്തിയും കൂടെയുള്ള ജാലൂത്തിനെ നിമിഷ നേരം കൊണ്ട് നിലംപരിശാക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇനി പറയുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഈ നൂറ്റാണ്ടിന്റെ, നാം ജീവിച്ചു പോകുന്ന ആനുകാലിക ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വലൗലാ ദഫഉല്ലാഹി الناس بعضهم ببعض لفسدت الأرض ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. ചില ആളുകളെ ഒരു കൂട്ടം പരിധി വിട്ട് കഴിഞ്ഞാൽ, ഒരു കൂട്ടം അക്രമികളായി കഴിഞ്ഞാൽ, അങ്ങേയറ്റത്തുള്ള ധിക്കാരത്തിന്റെ പെരുമാറ്റവുമായി നടക്കാൻ തുടങ്ങിയാൽ, മറ്റൊരു വിഭാഗത്തിനെ കൊണ്ട് അവരെ തടയാതിരുന്നാൽ ഭൂലോകം ഫസാദായി പോകുന്നതാ. ബലഹീനർ കഷ്ടപ്പെടുന്നതാണ്, ദുർബലരായ മനുഷ്യർ ഒരുപാട് പ്രയാസപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ആക്രമിക്കും ഒരു പരിധി തീരുമാനിച്ചിട്ടുണ്ട്, ഏത് ആക്രമിക്കും ഒരു അളവ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനപ്പുറം അവന് നിലനിൽക്കുവാൻ, അവന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ അധാർമികമായ ശക്തിയെ പിടിച്ചു നിർത്താൻ ലോകത്തിൽ, ചരിത്രത്തിൽ ഒരിക്കലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാൾക്കും അവസരം കൊടുത്തിട്ടില്ല. അക്രമികളോടൊപ്പം നിലയുറപ്പിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. പ്രത്യക്ഷത്തിൽ ശക്തി എവിടെയാണോ ഉള്ളത്, അവിടെയാണ് ഈമാൻ കുറഞ്ഞ ആളുകൾ ചെന്ന് ചേരുക. ഈമാനിൽ ബലഹീനതയുള്ള ആളുകൾ ശക്തി എവിടെയാണുള്ളത് അവിടെ പോയി ചേരും. കയ്യൂക്കുള്ളവനോടൊപ്പം, കരുത്തുള്ളവനോടൊപ്പം, സാമ്പത്തിക സൗകര്യമുള്ളവൻ, ഭൗതിക സുഖ സൗകര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണോ ഭൗതിക ലോകം കൂടുതൽ മേന്മയായിട്ട് കാണുന്നത്, ആരുടെ അടുക്കലാണോ ഉള്ളത് അവിടെയാണ് ആള് കൂടുതലുള്ളത്. എന്നാൽ ഈ ആള് കൂടി എന്നത് വിജയത്തിന്റെ അടിസ്ഥാനമല്ല. അവർക്കാണ് വിജയം കിട്ടുക, ശാശ്വതമായ കാലാകാലങ്ങളിലുള്ള വിജയം അവർക്കാണ് എന്ന് ഒരിക്കലും നാം വിശ്വസിക്കരുത്. ചരിത്രത്തിൽ അതിന് ഒരു തെളിവ് പോലുമില്ല. വളരെ കുറഞ്ഞ കാലം മാത്രമേ അവരുണ്ടാവുകയുള്ളൂ. വളരെ കുറഞ്ഞ കാലം. നാം കടന്നു പോകുന്ന സംഘർഷഭരിതമായ ലോകം നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. കഴിഞ്ഞ 6 അല്ലെങ്കിൽ 8 പതിറ്റാണ്ട് കാലമായി, ഒരു നൂറ്റാണ്ടിനോട് അടുക്കുകയാണ്, 7-8 പതിറ്റാണ്ട് കാലമായി ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയാണ് താനെന്ന് വിചാരിച്ച് നടന്ന അമേരിക്ക അടിയറവ് പറയുകയാണ്. അമേരിക്കക്ക് വേണ്ടി ദാസ്യപ്പണി ചെയ്യാൻ നടന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഇപ്പൊ പരിങ്ങലിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെ പരിങ്ങലിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ നേതാക്കളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യുദ്ധം തുടങ്ങുമ്പോൾ അങ്ങ് ഇസ്രായേലിൽ പോയി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളിയോട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് പറയാൻ. 1 മാസം കഴിഞ്ഞപ്പോ സംഗതി പന്തികേടായി പോയി എന്ന് പിടികിട്ടി. അങ്ങനെ പോണ്ടായിരുന്നു തോന്നി. യുദ്ധത്തിന്റെ ഒരു വിശകലനമല്ല. യുദ്ധം നിരന്തരം നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൂടെ, പത്രത്തിലൂടെ, നമ്മുടെ കൈവെള്ളയിലൂടെ, മൊബൈൽ ഫോണിലൂടെ, എല്ലാത്തിലൂടെയും നമ്മുടെ മുമ്പിൽ എന്നെക്കാളും യുദ്ധവും യുദ്ധത്തിന്റെ അവസ്ഥയും
ഈ യുദ്ധം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, മറിച്ച് ഈ യുദ്ധത്തിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നിലപാടുണ്ട്. ലോകത്ത് ഏത് വിഷയം എവിടെയുണ്ടായാലും അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരാമർശിക്കുന്നുവെങ്കിൽ അതിൽ മുസ്ലിമീങ്ങൾക്കൊരു നിലപാടുണ്ടാകണം. അത് ലോകത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ, നബിമാരുടെ കാലം, വേദഗ്രന്ഥങ്ങളുടെ കാലം, പ്രവാചകന്മാരുടെ കാലം, ചരിത്രത്തിൽ എന്നും എക്കാലവും മുസ്ലിമീങ്ങൾക്കൊരു നിലപാടുണ്ടാകും. മുസ്ലിമീങ്ങൾ സമദൂരമൊക്കെ എടുത്തത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെയും ഇസ്ലാമിനാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് ബോധ്യപ്പെട്ട ആളുകൾ, അവർക്ക് ആയുധബലമുണ്ട്, ആൾബലമുണ്ട്, സാമ്പത്തികമുണ്ട്, ലോകതലത്തിൽ സ്വാധീനമുണ്ട് എന്നതിന്റെ പേരിൽ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ ബദ്ധവൈരികളോടൊപ്പം ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു തരത്തിലും അവരോടൊപ്പം നിലയുറപ്പിക്കാൻ പാടില്ല എന്നാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. നമ്മൾ ഇന്ന് ലോകം നിരീക്ഷിക്കുമ്പോൾ 3-4 വിഭാഗങ്ങളാണ് ഇന്ന് നടക്കുന്ന യുദ്ധത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാം. 2 മാസം പിന്നിടുകയാണ്. ലോകം ഈ അടുത്ത പതിറ്റാണ്ടുകളിൽ കണ്ടതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നീട് ലോകം കണ്ട ഏറ്റവും ഭയാനകമായ യുദ്ധങ്ങളിൽ ഒരു യുദ്ധമാണ് 2 മാസം പിന്നിടുന്നു, 2 മാസത്തോടടുക്കുന്ന യുദ്ധം. ഈ യുദ്ധത്തിൽ എല്ലാ പ്രതീക്ഷകളും സാമ്രാജ്യത്വ ശക്തിക്ക്, സാമ്രാജ്യത്വ പക്ഷത്തുള്ള ആളുകളെ എല്ലാ പ്രതീക്ഷകളും മാറിപ്പോയി. ഇവിടെ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റിപ്പോയി. ഇറാൻ നാളെ വിജയിക്കുമെന്നോ അല്ലെങ്കിൽ ശാശ്വതമായി പരാജയപ്പെടുമോ എന്നൊന്നുമല്ല. ആഖിറു സമാനിൽ, ലോകാവസാനത്തിൽ നടക്കാൻ പോകുന്ന ചില പ്രവചനങ്ങളുടെ പുലർച്ച ഇതിനിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മുന്നേ കൂട്ടി അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, നാം വസിക്കുന്ന നമ്മുടെ നാട് കേരളം, ഈ കൊല്ലം ജില്ല അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം, ഇതിന് നേർക്ക് നേരെ ബന്ധപ്പെടുന്നുണ്ടോ? നമ്മളിപ്പോ യുദ്ധമുഖത്തുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മളില്ല. നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായി സംസാരിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ലോകത്തെ 4 വിഭാഗമായിട്ടാണ് ആളുകൾ നമുക്ക് കാണാവുന്ന ഈ വിഷയത്തിൽ. ഒന്ന്, പച്ചയായി ഇസ്രായേൽ അമേരിക്കൻ സാമ്രാജ്യത്വ പൈശാചിക പ്രവർത്തനങ്ങളോട് സർവമാന പിന്തുണയും നൽകിക്കൊണ്ട് അവരോടൊപ്പം നിലയുറപ്പിച്ചവർ. രണ്ടാമത്, ഇവിടെ ഇരയാക്കപ്പെടുന്ന ഇറാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ പരസ്യമായി കൊടുക്കുന്ന ആളുകൾ. മൂന്നാമത്തേത്, എന്റെ നാടുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ലല്ലോ, നമ്മൾ എന്തിനാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം വല്ലതുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ. ഇനി 4മതൊരു കൂട്ടരുണ്ട്, അത് നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലാണ്, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സമദൂരമാണ് നല്ലത് എന്നാണ്. സമദൂരമാണ് നല്ലത് എന്ന് പറയും. ആദ്യ സമയത്തിൽ അവർ സമദൂരം പറയുമ്പോ നമ്മളൊക്കെ വിചാരിച്ചു സമദൂരം തന്നെയാണെന്ന്. പക്ഷെ പിന്നീട് ആ സമദൂരം ഇങ്ങനെ നോക്കുമ്പോൾ ആ സമദൂരമല്ല. നമ്മുടെ നാട്ടിൽ NSSകാരുടെ സമദൂരം പോലെയാണ്. ഈ സമദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദൂരം കുറഞ്ഞു മുസ്ലിം പക്ഷത്തിന്റെ ദൂരം കുറഞ്ഞും ഇസ്രായേലിനുള്ള ദൂരം കുറഞ്ഞ് മുസ്ലിങ്ങളുടെ ദൂരം കൂടിയിട്ടുമുള്ള ഒരു സമദൂരമാണ് അവർ പറയാം. ആ പറയുന്ന പറച്ചിലുകാർ കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ് ലാസ്റ്റ് കൊണ്ടെത്തിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുടെയും പക്ഷമാണ് ശരി, ഇറാന്റെ പക്ഷം തെറ്റാണ്. എന്തുകൊണ്ട്? ഇറാൻ ഷിയാക്കളാണ്. ഇറാന്റെ ഷിയാക്കൾ മുസ്ലിം ലോകത്തിന് ഒരുപാട് പീഡനം നടത്തിയവരാണ്, ഒരുപാട് മഹാന്മാരെ വധിച്ചവരാണ്, മുസ്ലിങ്ങൾക്ക് തീരാ നഷ്ടമുണ്ടാക്കിയവരാണ്, ഒരുപാട് കുഴപ്പമുണ്ടാക്കിയവരാണ് ഷിയാക്കൾ. അവർ മുസ്ലിം ലോകത്തിന് വലിയ ഭീഷണിയായിരുന്നു. അതുകൊണ്ട് ഇറാന് എതിരിൽ നമ്മൾ നിൽക്കണം എന്ന് പരസ്യമായിട്ട് പറയാം. യഥാർത്ഥത്തിൽ നേരാമണ്ണ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇറാനിലെ ഷിയായിസത്തിന്റെ പേരിലാണോ ഇസ്രായേൽ ബോംബിടാൻ പോയത്? ഇറാനിൽ കഴിയുന്നത് ഷിയാക്കളാണ്. അവർ അഹ്ലുസുന്നക്കെതിരാണ്, പൊതുവായ മുസ്ലിമീങ്ങൾക്കെതിരാണവർ. എതിരെന്ന് പറയാൻ കഴിയില്ല, അവർ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നവരാണ്, അവർ കുഴപ്പക്കാരാണ്. അതുകൊണ്ട് അവരെ നശിപ്പിക്കണം എന്ന് കരുതിയിട്ടല്ല ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ബോംബിടാൻ പോയത്. അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, മതപരമായ ലക്ഷ്യം. ഇന്ത്യയും പാകിസ്ഥാനും നടന്ന യുദ്ധം ദിവസങ്ങൾക്കകം കെട്ടടങ്ങും. 2 കൊറിയകൾ തമ്മിലുള്ള യുദ്ധം കുറച്ച് ദിവസം കഴിയുമ്പോൾ കെട്ടടങ്ങും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ, 1 മാസം, 2 മാസം, 1 വർഷം, 2 വർഷം, അവസാനം യുക്രൈനും റഷ്യയും നടക്കുന്ന യുദ്ധവും അധികം താമസിയാതെ അത് കെട്ടടങ്ങും. എന്നാൽ ലോകാവസാനം വരെ, ദജ്ജാൽ വരുന്ന കാലം വരെയും കെട്ടടങ്ങാത്തൊരു യുദ്ധമുണ്ടെങ്കിൽ ആ യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം. ഫലസ്തീനികളും ഇസ്രായേലികളും തമ്മിൽ നടക്കുന്ന യുദ്ധം ഇത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. അതിന്റെ കാരണം? അങ്ങനെ ലോകാവസാനം വരെയും ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല, ആവശ്യപ്പെടുന്നുമില്ല. അതിനുവേണ്ടി ഒരു തരത്തിൽ അവർ പരിശ്രമിക്കുന്നുമില്ല.
എന്നാൽ ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്നും അത് ഒരു ദിവസം പോലും യുദ്ധമില്ലാത്ത ദിവസം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അതാണ് ഇസ്രായേലി പൊളിറ്റിക്കൽ സിയോണിസം. പൊളിറ്റിക്കൽ സിയോണിസത്തിന്റെ ലക്ഷ്യം ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല എന്നതാണ്. ഈ യുദ്ധത്തിൽ ആരെയെല്ലാം കൂടെ ചേർക്കാൻ പറ്റും അവരെല്ലാവരും കൂടെ നിർത്തണം എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം? മതപരമായ ലക്ഷ്യമാണ്, വിശ്വാസപരമായ ലക്ഷ്യമാണ്. അവിടെ വിശ്വാസമാണ്, രാഷ്ട്രീയമല്ല. വിശ്വാസത്തിൽ ഊന്നിയ രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ സിയോണിസമാണ്. പൊളിറ്റിക്കൽ സിയോണിസം എന്നത് ജൂത സമൂഹത്തിന്റെ സ്വതന്ത്രമായ ഒരു രാജ്യ നിർമ്മിതിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിയോണിസം. 1887 തിയഡോർ ഹെർസൽ എന്ന ഒരു ജൂതന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഈ സിയോണിസം, ആ സിയോണിസത്തിന്റെ ലക്ഷ്യം പൊളിറ്റിക്കൽ സിയോണിസമാണ്. പൊളിറ്റിക്കൽ സിയോണിസത്തിന്റെ ലക്ഷ്യം പുണ്യമായ മദീന ത്വയ്യിബ, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ശറഫായ മദീന, പരിശുദ്ധമായ മക്ക ഹറം, മുസ്ലിം ഉമ്മത്തിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ആതിഥേയത്വം നൽകിയ പുണ്യമായ അറബ് നാടുകളിലെ വിശുദ്ധമായ നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഴുവനും ചവിട്ടി മെതിക്കപ്പെട്ട് ചവറുകുനകൾ പോലെ മാറ്റപ്പെടുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേലിന്റെ സ്ഥാപിതമാണ്. അതാണ് അവരുടെ ലക്ഷ്യം. ഇത് ഞാൻ വെറുതെ അങ്ങ് പറയലല്ല. നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായി നിങ്ങൾക്കും ലഭിക്കുന്ന നൂറുകണക്കിന് വായിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് വാക്യങ്ങളും വാചകങ്ങളും അവരുടെ പരിശ്രമങ്ങളും എന്തിനാണ് അവരിത് ചെയ്യുക എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാം. ചരിത്രം പരതിയാൽ ഇന്നേക്ക് 17 നൂറ്റാണ്ടിന്റെ ചരിത്രം എടുത്തു നോക്കി. 2-ാം നൂറ്റാണ്ട് അഷ്റഫുൽ റസൂലുള്ളാഹി തങ്ങളുടെ വരവിന് മുമ്പ് 3 നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട യുദ്ധങ്ങളായി നടന്നിരുന്ന 2 യുദ്ധങ്ങൾ, ഒന്ന് റോമയും പേർഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് ഒന്ന്. മറ്റൊന്ന് പ്രധാനമായിട്ടും ആദ്യ നൂറ്റാണ്ട് റസൂലിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ജൂതനും നസറാനിയും തമ്മിലുള്ള യുദ്ധമാണ്. ജൂതനും നസറാനിയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഫലസ്തീൻ പ്രദേശം ജൂതന് ആധിപത്യം കിട്ടിയാൽ അവർ ആദ്യം ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാലയങ്ങൾ നശിപ്പിച്ച് നാമാവിശേഷമാക്കും. അവിടെ മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ ചവറുകൂനയാക്കും, വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലമാക്കും. തിരിച്ച് ക്രിസ്ത്യാനിക്ക് ആധിപത്യം കിട്ടിയാൽ ഇതേ പ്രതികാരം തിരിച്ചു ചെയ്യും. ജൂത സിനഗോഗുകൾ തരിപ്പണമാക്കി ചവറുകൂനയാക്കും. ഇതായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരുന്നത്. ആ നടന്നുകൊണ്ടിരുന്ന ആ രീതി നൂറ്റാണ്ടുകളോളം ചരിത്രത്തിൽ ജൂതന് ആധിപത്യമുണ്ടായ ഒരു കാലം, ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആധിപത്യമുണ്ടായ ഒരു കാലം ഈ നൂറ്റാണ്ടിൽ മാത്രമാണ്. ജൂത സമൂഹം ബനൂ ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, 3000 വർഷം പിന്നിടുന്ന സന്താന പരമ്പരയിൽ വലിയൊരു കാലയളവ് ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ജൂതന് സ്ഥാപിക്കാൻ കഴിഞ്ഞത്, സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ നൂറ്റാണ്ടിൽ മാത്രമാണ്. ഇതിനു മുമ്പ് ചരിത്രത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന, അവരുടെ ചരിത്രത്തിൽ സമാനത പറയാൻ കഴിയുന്ന 2 ഭരണകൂടം കഴിഞ്ഞിട്ടുണ്ട്. അവർ അവരുടേതെന്ന് വിശ്വസിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണമായിരുന്നു. എന്നാൽ അവർ അവരുടേത് എന്ന് വ്യാജ വാർത്തകളിലൂടെ അല്ലെങ്കിൽ കൈകടത്തലുകൾ നടത്തിയ ഗ്രന്ഥങ്ങളുടെ ശകലങ്ങൾ പിടിച്ചുകൊണ്ട് അവരുടേതായിരുന്നു അവർ വിശ്വസിക്കുന്ന 2 കാലം. ഈ ചരിത്രമൊക്കെ പരതി കഴിഞ്ഞാൽ അവർ എക്കാലവും പരസ്പരം ബദ്ധവൈരികളാണ്. ഈ ബദ്ധവൈരികളായ 2 സമൂഹമാണ് ക്രൈസ്തവ സമൂഹവും ജൂതനും. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം? അടിസ്ഥാന കാരണമുണ്ട്. ജൂതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കുചിതമായൊരു വംശീയ ബോധമുണ്ട്. ആ വംശീയത എന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ടുള്ളവർ നമ്മൾ മാത്രമാണ്. ആ ഒരു ജൂതന് തുല്യമായി 1000 മനുഷ്യർ വരൂല എന്നാണ്. അത് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ജൂതനല്ലാത്ത മറ്റ് മുഴുവൻ മനുഷ്യരും 1000 പേര് കൊല്ലപ്പെട്ടാൽ ഒരു ജൂതന്റെ രക്തത്തിന് സമമാകുന്നില്ല എന്നാണ് ജൂതൻ വിശ്വസിക്കുക. ഈ പൊളിറ്റിക്കൽ സിയോണിസം വിശ്വസിക്കുക. അത്രയും പവിത്രമാണ് ഞങ്ങളുടെ രക്തം എന്നാണ് സിയോണിസം വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഒരു ജൂതൻ വധിക്കപ്പെട്ടാൽ അതിന് പ്രതികാരമായി 1000കണക്കിന് നിരപരാധികളെ അറുകൊല ചെയ്യുമ്പോൾ അവർ പറയാ, ഒരു ജൂതന്റെ രക്തത്തിന് തുല്യം 1000കണക്കിന് മറ്റുള്ളവരെ കൊല്ലണം എന്നാണ് അവർ പറയാ. അതാണ് അവർ ആ രൂപത്തിൽ, അത് പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു പൈതങ്ങളെയാണ് അവർ ആദ്യം അറുകൊല ചെയ്യുക. പിഞ്ചു പൈതങ്ങളെ അറുകൊല ചെയ്യുമ്പോൾ ഇറാൻ യുദ്ധത്തിലാകട്ടെ, ഗാസ യുദ്ധത്തിലാകട്ടെ, ഫലസ്തീന്റെ യുദ്ധത്തിലാകട്ടെ, ലോകത്തിന്റെ എവിടെയെല്ലാം സിയോണിസം യുദ്ധം ചെയ്തോ അവിടങ്ങളിലെല്ലാം യുദ്ധം തുടങ്ങുമ്പോൾ സിയോണിസവും പൊളിറ്റിക്കൽ സിയോണിസത്തിന് സ്വാധീനമുള്ള അമേരിക്കൻ സൈനിസവും യുദ്ധം ചെയ്തത് എവിടെയെല്ലാം ഉണ്ടോ അവർ കുട്ടികളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. കുട്ടികളെ വധിച്ചുകൊണ്ടാണ് യുദ്ധത്തിന്റെ അക്രമ സ്വഭാവം ഒരു ലോകത്തോട് കാണിച്ചത്. നിരപരാധികളായ സ്ത്രീകളെ കൊന്നൊടുക്കിക്കൊണ്ടാണ്, സാധുക്കളായ വൃദ്ധജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടാണ്. എന്തേ അതിനുള്ള കാരണം? അവർ വിശ്വസിക്കുന്നത് നാം ആരും വിശ്വസിക്കുന്ന ദൈവവിശ്വാസങ്ങളിലല്ല. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു
മറ്റു മതസ്ഥർ വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസമനുസരിച്ച് ഓരോ വിശ്വാസങ്ങൾ, ഈ വിശ്വാസങ്ങളിൽ ഒന്നുമല്ല അവർ വിശ്വസിക്കുക. പൊളിറ്റിക്കൽ സിയോണിസത്തിന് ദൈവവിശ്വാസമേ ഇല്ല. അവർ വിശ്വസിക്കുന്നത് ബഅൽ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെയാണ്. പരിശുദ്ധ ഖുർആൻ ഇത് ചോദിക്കുന്നു. നമ്രൂദിന്റെ കാലം, ഇബ്രാഹിം നബിയുടെ എതിരാളിയായിരുന്ന നമ്രൂദിന്റെ കാലഘട്ടത്തിൽ അന്ന് ലോകത്തുണ്ടായിരുന്ന അക്രമിയായ ഒരു സമൂഹം, ആ സമൂഹം ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമുണ്ട്. ബഅൽ എന്നാണ് ആ വിഗ്രഹത്തിന്റെ പേര്, ദൈവത്തിന്റെ പേര്. ആ ബഅൽ എന്ന ദൈവത്തിനെയാണ് ഇവർ പൂജിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. സാമ്രാജ്യത്വ ശക്തികളെ ഐക്കണുകൾ എടുത്ത് നോക്കിന്, രണ്ട് കൊമ്പ്, കാളയുടെ കൊമ്പ് പോലെ രണ്ട് കൊമ്പും വെച്ച് അവരുടെ പ്രധാനപ്പെട്ട സിംഹാസനങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും ഈ ജുമായ്ക്ക് പോലും ഇട്ടുകൊണ്ട് വന്ന ആളുകൾ ചിലപ്പോൾ 10% പേര് ഇട്ടുകൊണ്ട് നടക്കുന്ന ഉടുപ്പിന്റെ ഐക്കൺ ഉൾപ്പെടെ ആ സിയോണിസത്തിന്റെ, പൊളിറ്റിക്കൽ സിയോണിസം ആരാധനയായിട്ട് കാണുന്ന ബഅലിന്റെ ചിഹ്നമാണ്. അതാണ് അവരുടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ആ ബഅലിന്റെ മുമ്പിലുള്ള ആരാധനയുടെ പ്രധാനപ്പെട്ട ആരാധന കുരുന്ന് പൈതങ്ങളെ ബലി കൊടുക്കുക എന്നതാണ്. ചോര പൈതലുകളെ അറുത്ത് ബലി കൊടുക്കുക എന്നതാണ്. സാധുക്കളായ സ്ത്രീകളെ കുരുതി കൊടുക്കുക എന്നതാണ്. ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് അവർ അവരുടെ ഏത് പ്രവൃത്തിയും ആരംഭിക്കുക. ഇല്ലാതെ 157 പിഞ്ചു കുഞ്ഞുങ്ങളെ, കുഞ്ഞു മക്കളെ അറുകൊല ചെയ്തുകൊണ്ട് ഇറാനിൽ ഒരു അക്രമം നടത്താൻ ഇവർ ഏതെങ്കിലും തരത്തിൽ ശത്രുക്കളായതുകൊണ്ടല്ല, അവരുടെ ദൈവത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ്. അവർ ലോകത്ത് ഏത് ഭാഗത്തും ഗാസയിൽ നിരപരാധികളായ കുഞ്ഞു പൈതങ്ങളെ, മുഹമ്മദുൽ ദുർറ ലോകം വേദനയോടെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന മുഹമ്മദുൽ ദുർറ എന്ന കുഞ്ഞു പയ്യൻ, 7 വയസ്സുകാരനായ മുഹമ്മദുൽ ദുർറയും തന്റെ പിതാവുമായിട്ട് ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലൂടെ നടന്നു പോകുമ്പോൾ ജൂത യാങ്കി പട്ടാളത്തിന്റെ ജൂതന്റെ തോക്ക് ഈ മുഹമ്മദുൽ ദുർറ എന്ന 7 വയസ്സുകാരന് നേരെ കാഞ്ചി വലിക്കപ്പെടുകയാണ്. മുഹമ്മദുൽ ദുർറയുടെ പിതാവ്, തനിക്ക് വെടിയേറ്റാലും വേണ്ടില്ല, എന്റെ കുഞ്ഞു മകന്റെ ശരീരം സംരക്ഷിക്കപ്പെടണം. ആ മകനെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് പിടിക്കുമ്പോൾ ആ ജൂത സൈനികന് ഈ പിതാവിനെ അല്ല ലക്ഷ്യം വെക്കുക, വളഞ്ഞു 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 വന്ന് മാറിലും ശരീരത്തിലും പുറകിലും ഒളിപ്പിച്ച ഡ്രമ്മിന്റെ ഒരു വലിയ തകരത്തിന്റെ പാട്ടയുടെ മൂലയിൽ പൊളിച്ചിട്ട് ആ പാട്ടയുടെ ഉള്ളിലേക്ക് ചെരുകി കയറ്റിയ മുഹമ്മദുൽ ദുർറയെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് 7 വയസ്സുകാരനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ വെടിവെച്ച് കൊല്ലാനും മാത്രം 7 വയസ്സുകാരൻ അവരോടൊന്നും ചെയ്തിട്ടല്ല. 7 വയസ്സുകാരന്റെ രക്തമാണ് തങ്ങൾ വിശ്വസിക്കുന്ന ബഅലിന് വേണ്ടത്. 7 വയസ്സുകാരന്റെ, 5 വയസ്സുകാരന്റെ, 3 വയസ്സുകാരന്റെ പിഞ്ചു വൈദങ്ങളുടെ രക്തം ബലി കൊടുത്തുകൊണ്ടാണ് അവർ അക്രമത്തിന് തുടക്കം കുറിക്കുക. അവർ അക്രമത്തിന്റെ പക്ഷത്ത് നിൽക്കുക. അങ്ങനെയാണ് അവർ ലോകത്ത് ഏത് അക്രമത്തിലേക്കും അവർ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്ഷം ഒന്ന് മാത്രമാണ്, ബഅലും ബഅലിന്റെ പിൻഗാമികളും മാത്രം. ബഅൽ എന്ന വിഗ്രഹവും ആ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന ആരെല്ലാം കൂടെയുണ്ടോ അവരോട് മാത്രമേ അവർ ചേരൂ. അതുകൊണ്ടാണ് ജൂത സമൂഹത്തിൽ പോലും കുറേയധികം ആളുകൾ അവരെ എതിർക്കാറുണ്ട്. ഭൂരിപക്ഷം ജൂതന്മാരും പൊളിറ്റിക്കൽ സിയോണിസത്തോടൊപ്പമാണ്. വേദനയോടെ ഖേദകരമെന്ന് പറയാം മുസ്ലിം സമൂഹത്തിന്റെ, അവിടെയാണ് നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെയും സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളും ഇതേ ബഅലിന്റെ പക്ഷക്കാരോടൊപ്പം ചേർന്ന് പോകുന്ന ലോകത്തിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് നമുക്കൊരു നിലപാടുണ്ടാകണം. അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ ബോംബ് വർഷിക്കുന്നത്, ഇറാനുമേൽ പോയി ബോംബിടുന്നത് അവർ ഷിയാക്കളായതുകൊണ്ടോ അഹ്ലുസുന്നയ്ക്ക് എതിരായതുകൊണ്ടോ അല്ല എന്ന കാര്യം നമുക്ക് ബോധ്യമുണ്ടാകണം. അവരവിടെ ബോംബിടുന്നത് ബഅലിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള അങ്ങേറ്റത്തെ അടങ്ങാത്ത പകയുടെ പേരിലാണ് ആ മുസ്ലിമീങ്ങൾ കുടികൊള്ളുന്ന അറേബ്യൻ ഉപദ്വീപ് മുഴുവനും അവർ ഉന്മൂലനം ചെയ്ത് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ മദീന മുനവ്വറ ഉൾപ്പെടെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ വന്നാൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന പാസ് ഓവർ, അവർ പ്രതീക്ഷിക്കുന്ന ഓ ജീസസ്, ഓ മിശിഹ എന്നവർ പ്രതീക്ഷിക്കുന്ന അവരുടെ നേതാവ് വരികയുള്ളൂ എന്നാണ്. അവരുടെ നേതാവ് വരൂ. 2019 ലോകം മുഴുവനും അടച്ചുപൂട്ടപ്പെട്ടു. കോവിഡ് എന്ന കോവിഡ് തരത്തിൽ, കൊറോണ എന്ന കുറെ നുണയുടെ മറവിൽ ലോകം മുഴുവൻ നിശ്ചലമാക്കപ്പെട്ടു. ആദ്യമായി അങ്ങനെ നിശ്ചലമാക്കപ്പെട്ട നാടുകളിലൊന്നാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ പൊതുജനത്തിന് മുഴുവൻ പൂട്ടിയിടുമ്പോൾ അവിടുത്തെ പൊതുജനങ്ങൾ ആരോഗ്യ വകുപ്പ് മന്ത്രി യാക്കോബ് ലിസ്മാനോട് ഒരു ചോദ്യം ചോദിച്ചു. ഏതുവരെയാണ് നിങ്ങൾ നമ്മളെ പൂട്ടിയിടുന്നത് എന്ന് ചോദിച്ചു. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പൂട്ടിയിടുന്നത്? ഈ കോവിഡിന്റെ പേര് പറഞ്ഞ് എന്തിനു പൂട്ടിയിടുന്നു എന്ന് ചോദിക്കുമ്പോ ഒരു രാജ്യത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ആരോഗ്യപരമായ ഒരു ചോദ്യം ചോദിച്ചാൽ മന്ത്രി മറുപടി പറയേണ്ടത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ, ആരോഗ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ ചെയ്തിരിക്കുന്ന നടപടി, ഇതിന്റെ കാരണം എന്താണെന്നാ പറയാ. യാക്കോബ് ലിസ്മാൻ 2021 മാർച്ച് മാസം 23-ാം തീയതി അവിടുത്തെ പ്രധാനപ്പെട്ട ഹാരൻസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത എന്റെ കൈവശമുണ്ട്.
അവിടെ ഈ യാക്കോബ് ഉസ്മാൻ കൊടുത്ത മറുപടി COVID-19 ക്യൂർ ഫോർ COVID-19 ദ മിശിഹ എന്നാണ് അയാൾ പറഞ്ഞത്. ക്യൂർ ഫോർ COVID-19 ദ മിശിഹ. ഈ COVID-19യുടെ ചികിത്സ എന്ന് പറയുന്നത് മിശിഹയാണ്. ഈ മിശിഹ എന്ന് കേട്ടപ്പോ ഞാനൊക്കെ ആദ്യം വിചാരിച്ചു മിശിഹ എന്ന് പറയുമ്പോ മസീഹ ഈസ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈസാ നബി ഉണ്ടല്ലോ, ആ ഈസാ നബിയുടെ വരവ് ഇതായിരിക്കുമോ? പിന്നെ കുറെ കഴിയുമ്പോഴാണ് ഈസാ നബി അവരെങ്ങനെ പ്രതീക്ഷിക്കും? കാരണം ഈസാ നബിയെ ബദ്ധവൈരിയായി കണ്ടവരാണ്. ഈസാ നബിയെ ജാരസന്തതി എന്ന് പറഞ്ഞ് കഴുകുമരത്തിൽ കയറ്റി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി കൊല്ലാനുള്ള ശ്രമം നടത്തിയവരാണ് ഇവർ. ഈസാ നബി ഏറ്റവും വലിയ കുഴപ്പക്കാരനായി നാട് നീളെ കൊണ്ടു നടന്ന് ആക്ഷേപിച്ചവരാണ്. അവരൊരിക്കലും ഈസാ നബിയെ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. എന്നു മാത്രമല്ല, അന്നും ഇന്നും എന്നും ഇസ്രായേലി ജൂതൻ ഈസായിയെ കണ്ടാൽ, നസറാനിയെ കണ്ടാൽ കാർക്കിച്ചു തുപ്പും. ഫലസ്തീനിൽ പോയിട്ടുള്ളവർക്കറിയാം. ഞാനൊക്കെ എത്രയെങ്കിലും വട്ടം കണ്ടിട്ടുള്ളതാ. യാത്ര ചെയ്തു പോകുമ്പോൾ മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ ഫലസ്തീനിൽ കഴിയുക, അതേ അവസ്ഥ തന്നെയാണ് ഫലസ്തീനിൽ കഴിയുന്ന ക്രിസ്ത്യാനിയുടെ അവസ്ഥ. അതേ അവസ്ഥ തന്നെയാണ്. ഗാസയിലെ ക്രൈസ്തവ ചർച്ചുകളും തരിപ്പണമാക്കി. അമേരിക്ക മിണ്ടിയിട്ടില്ല, യൂറോപ്യൻ ക്രൈസ്തവ ലോകം മിണ്ടിയിട്ടില്ല. നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട് എന്ത് മിണ്ടാത്തത് എന്ന്. എന്തേ മിണ്ടാത്തത്? മണിപ്പൂരിൽ 2 മാസം കത്തി ക്രൈസ്തവ യൂറോപ്പ് മിണ്ടിയിട്ടില്ല, അമേരിക്ക മിണ്ടിയിട്ടില്ല. എന്തേ ക്രിസ്ത്യാനികളെ അല്ലേ കൊല്ലപ്പെടുന്നത്? എന്തേ അവർ മിണ്ടാത്തത്? അവർ മിണ്ടൂല. കാരണം അവർ വിശ്വസിക്കുന്ന വിശ്വാസവും യഥാർത്ഥ മതവിശ്വാസവും വേറെയാണ്, മാറിപ്പോയിരിക്കുന്നു എന്നതാണ്. മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ ലെബനാനിൽ മഹാനായ ഈസാ നബിയുടെ യേശുക്രിസ്തുവിൻ്റെതെന്ന് അവർ വിശ്വസിക്കുന്ന പ്രതിമ തച്ചു തകർത്തിട്ട് അതിനെ അടിച്ചു പൊട്ടിക്കുന്ന, ഗൂഢം കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ഇസ്രായേലി സൈനികന്റെ ചിത്രം ലോകം കണ്ടു. എന്നിട്ടും അമേരിക്കയും യൂറോപ്പിനും ഒരക്ഷരം അതിനെതിരെ പറയാനില്ല. എന്തേ കാരണം? അവർ പറയില്ല തന്നെ. എന്താണെന്നറിയോ? ഇന്ന് അവർ നേതൃത്വം കൊടുക്കുന്ന അമേരിക്ക ഇത് ആഗ്രഹിക്കുകയാണ്. അമേരിക്ക ക്രൈസ്തവ രാജ്യമാണ്. അമേരിക്കയിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ക്രൈസ്തവ പാർട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഈ ക്രൈസ്തവ പാർട്ടിക്കെതിരാണ് റഷ്യൻ ക്രൈസ്തവത, സിറിയൻ ക്രൈസ്തവത, മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവ സമൂഹം ഈ അമേരിക്കൻ യൂറോപ്യൻ ക്രൈസ്തവതയ്ക്കെതിരാണ്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിസം എന്നത് യഥാർത്ഥ ക്രിസ്ത്യാനിസത്തിൽ നിന്നും വഴിമാറിപ്പോയവരാണ്. യഥാർത്ഥ ഈസാ നബിക്ക് പകരം പൗരോഹിത്യത്തിനെ കൊണ്ടുവന്നവരാണ്. അവർ കൊണ്ടുവന്നിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ചിട്ട് ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യത്തേക്ക് ജൂതൻ തിരിച്ചു വരേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് എന്നാണ്. അതാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ക്രൈസ്തവ സിയോണിസമുണ്ട്, ക്രിസ്ത്യൻ സിയോണിസം. ആ ക്രിസ്ത്യൻ സിയോണിസമാണ് ഇന്ന് അമേരിക്കയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി, ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അവരാണ്. ആ സ്വാധീന ശക്തിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടിയിലാണ് ജോർജ് ബുഷ് ഉണ്ടായത്, റൊണാൾഡ് റീഗൻ ഉണ്ടായത്. ആ പാർട്ടിയിലാണ് റൊണാൾഡ് ട്രംപ് വന്നിട്ടുള്ളത്. ഈ കാലത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലുള്ളപ്പോഴെല്ലാം അവർ ഏറ്റവും വലിയ മുസ്ലിം ഉന്മൂലനത്തിന്റെ പക്ഷത്തിലാണ് നിന്നിട്ടുള്ളത്. അവരോടൊപ്പമാണ് അറബ് ഭരണാധികാരികൾ നിന്നിട്ടുള്ളത്. ഇതാ ഞാൻ പറയാം, അവരോടൊപ്പം മുസ്ലിം വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും അവിടുത്തെ ഭരണാധികാരികളും ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണോ അത് മുസ്ലിം രാജ്യങ്ങളിൽ അരക്കിട്ടുറപ്പിച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കൂടെ നിന്നവരായിരുന്നു ഈ അടുത്ത കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കണ്ട 80% മുസ്ലിം അറബ് ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ഓശാന പാടാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പേരുണ്ട്. മനസ്സിലാക്കുക, അവർ നിൽക്കുന്നത് ദീനിന് വേണ്ടിയിട്ടല്ല, അവർ നിൽക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ പറയുന്ന ന്യായങ്ങളെ ഷിയായിസവും സുന്നിസവും പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ഷിയായിസത്തിന്റെയും സുന്നിസത്തിന്റെയും പേരിലല്ല അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ബോംബിടുക. പിന്നെ ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ആ അമേരിക്കൻ സിയോണിസത്തിന്റെ, ക്രിസ്ത്യൻ സിയോണിസത്തിന്റെ വിശ്വാസം, അവരുടെ വിശ്വാസം അവർ ബിബ്ലിക്കൽ തോട്ട് എന്ന് പറഞ്ഞ്, ബൈബിള് പറയുന്നു എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ കാണാത്ത കുറെ കാര്യങ്ങൾ, റഷ്യൻ, സിറിയൻ, മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികൾ കാണാത്ത കുറെ കാര്യങ്ങൾ ബിബ്ലിക്കൽ തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയാറുണ്ട്. അവർ പറയുന്ന പ്രധാന ഭാഗങ്ങളുണ്ട്. എന്താണെന്നറിയോ? ദ ഗാദറിംഗ് ഓഫ് ദ ജൂയിഷ് പീപ്പിൾ ഇൻ ദ ഹോളി ലാൻഡ് ഈസ് എ പ്രിക്കോഴ്സ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ഈസാ നബിയുടെ ജീസസിന്റെ രണ്ടാം വരവിന്, ജീസസിന്റെ മടങ്ങി വരവിന് ജൂതൻ ഹോളി ലാൻഡിൽ കേന്ദ്രീകരിക്കുക, അവിടുത്തെ അധികാരം ജൂതന്റെ കയ്യിൽ കിട്ടുക എന്നത് ഒരു ബിബ്ലിക്കൽ തോട്ടാണ്, ബൈബിൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ജൂതന്റെ ആധിപത്യത്തിൽ മിഡിൽ ഈസ്റ്റ് വന്നാലേ ഈസാ നബി വരുള്ളൂ, ഈസാ നബി രണ്ടാമത് മടങ്ങി വരികയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം സാധിക്കണമെങ്കിൽ, ഈസാ നബിയെ വേഗം കൊണ്ടുവരണമെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവനും ആരാകണം? പഴയ കാലത്ത് അവർ പറയുന്ന, അവരുടെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രദേശം മുഴുവനും ജൂതന്റെ ആധിപത്യത്തിൽ തിരിച്ചു വരണം. ഇത് രാഷ്ട്രീയമല്ല, ഇത് വിശ്വാസമാണ്, മതവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ, 2 കൊറിയൻ യുദ്ധങ്ങൾ പോലെ, യുക്രൈൻ റഷ്യ യുദ്ധം പോലെ ഇത് ഇന്നും നാളെയും ഒന്നും അവസാനിക്കില്ല. ഈ കരാറുകൾ കൊണ്ടൊന്നും തന്നെ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല.
ഏതുവരെ ഗ്രേറ്റർ ഇസ്രായേൽ, മദീന ഉൾപ്പെടെ, മക്ക ഉൾപ്പെടെ, അറേബ്യൻ ഉപദ്വീപ് ഉൾപ്പെടെ, UAE പകുതി ഭാഗം, ഖത്തറും ബഹ്റൈനും ഇറാഖും ഈജിപ്തും ലിബിയയുടെ പകുതി ഭാഗം ഉൾപ്പെടെ ഇസ്രായേലിന്റെ അണ്ടറിൽ വരുവോളം, അതിന്റെ കീഴിലേക്ക് വരുവോളം യുദ്ധം അവസാനിക്കില്ല. ആരിലൂടെ വരും? മീർ ജാഫർമാരിലൂടെ, മീർ സ്വാദിഖുമാരിലൂടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ചോർത്തിക്കളയുവാൻ കൂട്ടുനിന്ന സമുദായത്തിന്റെ ഉള്ളിലെ, സമുദായത്തിന്റെ പേരും കൊണ്ട് നടന്ന സമുദായത്തിലെ ഒറ്റുകാരാൽ, ആ ഒറ്റുകാരുടെ പിന്തുണയോടുകൂടി ഈ ഉമ്മത്തിന്റെ മനോഹരമായ മണ്ണ്, മനോഹരമായ വിഭവങ്ങൾ മുഴുവനും ജൂതന്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട്, സിയോണിസത്തിന് അടിയറ വെച്ചുകൊണ്ട് അവർ ഈ ലോകത്ത് സിയോണിസത്തിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ സാധിക്കുക തന്നെ ചെയ്യും. എന്നിട്ടാണ് ഇതൊന്നും മനസ്സിലാക്കി. ഇതൊക്കെ അവരുടെ മുമ്പിൽ അവരുടെ നേതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് പരസ്യമായി പറയാം. 2 മാസം മുമ്പ് യുദ്ധം തുടങ്ങുമ്പോൾ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായിട്ട് പറയാ, ഞങ്ങൾ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കും, അതിനാണ് ഞങ്ങളുടെ യുദ്ധം. ഇത് ഇറാനുമായിട്ടുള്ള യുദ്ധമല്ല. ഇറാനെ ആദ്യം ഒതുക്കും, കുറച്ച് കരുത്തുള്ളുണ്ടാ, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് വരും, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് വരും, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് വരും. ഇതെല്ലാം കഴിഞ്ഞ് ഗ്രേറ്റർ ഇസ്രായേൽ തീരും വരെയും ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോ ഈ സമയത്തിലാണ് മുസ്ലിം സമുദായത്തിലെ കുറെ ആളുകൾ ഈ യുദ്ധത്തിൽ നമ്മുടെ ഇസ്രായേൽ അമേരിക്കൻ പക്ഷത്തിലാണ് നിൽക്കേണ്ടത്. കാരണം ഷിയാക്കൾക്കെതിരെയാണ് അവർ യുദ്ധം ചെയ്യുക. ഷിയാക്കൾ തീരണം. ഷിയാക്കള് അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോയവരെ തന്നെയാണ്. അവരുടെ വിശ്വാസപരമായ അവർക്ക് പ്രശ്നമുണ്ട്. അഹ്ലുസുന്ന അവരെ ഉൾക്കൊള്ളുന്നില്ല. ഒക്കെ ശരിയാണ്. പക്ഷെ ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള യുദ്ധം ഇറാനിൽ തീരുന്നതല്ല. അത് കഴിഞ്ഞാൽ അടുത്ത സുന്നി രാജ്യങ്ങളിലോട്ടാണ് വരിക. അപ്പോഴാണ് നമ്മൾ വിരൽ കടിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ടും ഇതിനെ പിന്തുണയ്ക്കാനും, അതിനുവേണ്ടി മെസ്സേജ് എഴുതാനും, അതിനുവേണ്ടി പ്രഭാഷണം നടത്താനും, അതിനുവേണ്ടി ഘോരഘോര സംസാരിക്കാനും നിന്ന മുസ്ലിം പേരുകാര്, നൂറുകണക്കിന് സംഘടനകളുടെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകൾ നക്കാപ്പിച്ചയുടെ പേരിൽ എന്തെങ്കിലും റിയാലും ദിർഹമും എറിഞ്ഞു നിന്നാൽ അത് വാങ്ങി ഞണ്ണാൻ വേണ്ടിയിട്ട് പരിശുദ്ധത്തിനെ ഒറ്റുകൊടുക്കാൻ പോകുമ്പോൾ ഒറ്റുകാർക്ക് ലോകം കൊടുത്തൊരു അന്ത്യമുണ്ട്. നിന്യമായ പതനമാണ്. ഒറ്റുകാർ ആദ്യ കാലം മുതൽ ഇന്നേ വരെ നൂഹ് നബിയെ ഒറ്റിയ തന്റെ മക്കളെ കാലം മുതൽ നൂഹ് നബിയുടെ മകൻ ഉൾപ്പെടെ ഇന്നത്തെ കാലം വരെ ഇസ്ലാമിനെ ഒറ്റിയ സമൂഹത്തിനെ, മുസ്ലിം സമൂഹത്തിനെ മറന്ന്, സമുദായത്തിനെ മറന്ന് അധികാരവും രാഷ്ട്രീയവും പണത്തിനും വേണ്ടി പോയ ആളുകൾക്ക് നിന്യമായ പതനം മാത്രമേ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരാൾ പോലും സന്തോഷത്തോടെ അന്ത്യത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അക്രമികളോടൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സമയിച്ചിരിക്കുകൊണ്ട് ഞാൻ നിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.